ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മളിതാ എരണിയൽ സ്റ്റേഷനിൽ വീണ്ടും ഒന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ എരണിയൽ തൊട്ട് വിരാണിയാളൂർ വരെയുള്ള ഡബിളിംഗ് അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നേരത്തെ കട്ടൻ കണക്ഷൻ നടന്ന സ്ഥലത്ത്, അതായത് ഈ ഒരു വലതുവശത്ത് കാണുന്ന ട്രാക്കെന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ട്രാക്കാണ്. അവിടെ ഒരു കുറച്ച് താഴ്ചയിലായിരുന്നു. ആ ഭാഗമൊക്കെ ലെവൽ ചെയ്ത് നല്ലപോലെ ലെവൽ ചെയ്ത് ഹൈറ്റ് കൂട്ടി പുതിയ ട്രാക്ക്, അതായത് ഇടയ്ക്കിട്ട ആ കട്ടൻ കണക്ഷൻ ചെയ്ത ട്രാക്കിൻ്റെ ആ ഹൈറ്റിലേക്ക് ആ സ്ഥലവും ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇപ്പോൾ പുതിയ ട്രാക്ക്, പുതിയ സ്ലീപ്പറുകൾ ഒക്കെ ഇട്ട് ഉയർത്തിയതാണ് നിങ്ങളീ കാണുന്നത്. യാർഡിലോട്ട് ഇപ്പോഴും പ്ലാറ്റ്ഫോം, അതായത് ട്രാക്ക് ഇട്ടിട്ടില്ല. അത് അവിടെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. പ്ലാറ്റ്ഫോമുകളുടെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. അപ്പുറത്ത് രണ്ടിൻ്റെ അവിടെയൊക്കെ 3 ഏകദേശം റെഡിയാണ്. നടുക്കുള്ള ഏരിയ ഒക്കെ അവർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സ്പിക്ക് മറ്റേ ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. നമ്മുടെ എറണാകുളം കൺസ്ട്രക്ഷൻ ടീം ഇവിടെ ഉണ്ട്. അവർ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് അവിടെയൊക്കെ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക്, അതായത് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റാണ്. പണ്ടുണ്ടായിരുന്ന നമ്മുടെ എന്താ പറയുക, ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇട്ട് പുതിയ ലൈൻ കമ്പിയൊക്കെ വലിച്ചിട്ടുണ്ട്. ഇനി അത് അവർക്ക് മറ്റേ മെഷീൻ വന്നിട്ട്, അതായത് ട്രാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മറ്റേ മെഷീൻ വന്നിട്ട് അവിടെയൊക്കെ അവർക്ക് ബാക്കി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ നിലവിലെ അപ്ഡേറ്റ്. ഇവിടെ അവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ കോൺക്രീറ്റൊക്കെ ഇടുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്പിക്കാണ്, TVC ഡിവിഷൻ്റെ സ്പിക്കാണിത്. ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് എറണാകുളം കൺസ്ട്രക്ഷൻ ടീംസ് വന്നതാണ്. അപ്പോൾ അത് ഇവിടെ ക്രോസിംഗ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് അവിടെ നല്ല തോതിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇനി ആ നടുക്കുള്ള ഏരിയ ഫുള്ള് അവർ എന്താ പറയുക, ചെളിയൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയ ട്രാക്ക് ബലാസ്റ്റ് ഇട്ട് പുതിയ ട്രാക്ക് അവിടെ വരും. അപ്പോൾ 2ഉം 3ഉം പ്ലാറ്റ്ഫോം ഇവിടെ വരെ ഉള്ളൂ. 1ാമത്തെ പ്ലാറ്റ്ഫോം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഈ ഒരു പോയിൻ്റ് വരെ, ഈ നമ്മുടെ എക്സ്കവേറ്റർ കിടക്കുന്ന പോയിൻ്റ് വരെ 1ാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇവിടെയും പുതിയ ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ ഉണ്ടായിരുന്ന റോഡിൽ, അതായത് കട്ടൻ കണക്ഷൻ ചെയ്ത റോഡിലും ട്രാക്കൊക്കെ ഇടുന്നുണ്ട്. ഇത് പഴയ ട്രാക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് പുതിയ ട്രാക്ക് ഇടുകയാണ്. ഇവിടെയൊക്കെ അപ്പോൾ പുതിയ സ്റ്റേഷൻ യാർഡിലോട്ടുള്ള ട്രാക്ക് ഇടുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, സിഗ്നലും കഴിഞ്ഞ് കുറേ ദൂരം മുന്നോട്ട് 2ാമത്തെ ട്രാക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ വരെ ഉണ്ട്. ഇപ്പോൾ ബലാസ്റ്റൊക്കെ ഇടുന്ന വർക്കുകൾ പുരോഗമിക്കുകയാണ്. ആ ലോറിയിലോട്ട് ബലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ലോറി ബലാസ്റ്റ് ഇറക്കേണ്ട സ്ഥലത്ത് ട്രാക്കിൽ ബലാസ്റ്റ് ഇറക്കുകയാണ് ചെയ്യുക. പാലത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ ട്രാക്കുണ്ട്, പക്ഷേ ബലാസ്റ്റ് ഇടാനുണ്ട് അവിടെ. ബ്രിഡ്ജ് നമ്പർ 241. പുതിയ സിഗ്നലൊക്കെ ഇടുന്ന വർക്കാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. ആ ലെവൽ ക്രോസിൻ്റെ അവിടുന്ന് മുന്നോട്ട് ട്രാക്ക് ഇല്ലായിരുന്നു നേരത്തെ. അവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അവിടെ
വർക്ക് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ ലെവൽ ക്രോസിൽ ട്രാക്ക് ഇപ്പോഴും ഇട്ടിട്ടില്ല. ലെവൽ ക്രോസ് കഴിഞ്ഞുള്ള സ്ഥലത്ത് ബലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഇനി നമ്മുടെ ട്രാക്ക് പുതിയത് വരണം. അവിടെ ലൈനും വലിക്കാനുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പാറ പൊട്ടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ എല്ലാവരും പാറയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി അവിടെ നെറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണൊലിപ്പ് തടയാനായിട്ട്. ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ പുതിയ ട്രാക്ക് ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. മാർച്ച് മാസം അവസാനത്തോടെ തീർക്കാനാണ് അവരുടെ ടാർഗറ്റ്. അടുത്ത ലോറി ഇവിടെ കിടപ്പുണ്ട്. ഇതും ഒരു ലോറിയാണ്, ബലാസ്റ്റ് ഇറക്കുന്ന ലോറിയാണ്. ബലാസ്റ്റ് ഇറക്കുന്ന ലോറി ഇപ്പോൾ 2 എണ്ണം ഉണ്ട് ട്രാക്കിൽ. പിന്നെ അതുപോലെ ഇനി ട്രാക്കില്ലാതിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, തുള്ളിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിനടുത്തായിരുന്നു ഇനി ഇത് ഇടാനുണ്ടായിരുന്നു. ഇവിടെ വെൽഡിങ് നടക്കുകയാണ്. ഫ്ലാഷ് ബട്ട് വെൽഡിങ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത് ചെയ്യുന്ന മെഷീനാണ് ആ കിടന്നത്. ആ ലോറിയാണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ആ തുള്ളിവിള പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ നോക്കാം, അവിടെ ട്രാക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ എറണാകുളം കൺസ്ട്രക്ഷൻകാർ മോട്ടോർ ട്രോളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എറണാകുളം കൺസ്ട്രക്ഷൻ ടീമാണ് മോട്ടോർ ട്രോളിയായിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്പെക്ഷനാണ്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. നുള്ളിവിലയിൽ പാലം ഉണ്ടായിരുന്ന സ്പോട്ടാണ്. അവിടെയും ഡബിളിങ് ആ പുതിയ ട്രാക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ട്രാക്ക് ഇടാനായിട്ടുള്ളൂ. അതായത് എരണിയൽ യാർഡ് പ്ലസ് എന്താ പറയുക, നമ്മുടെ എരണിയൽ സ്റ്റേഷൻ്റെ യാർഡ് പ്ലസ് എരണിയൽ സ്റ്റേഷൻ്റെ ആ ഒരു കട്ടൻ കണക്ഷൻ ചെയ്ത 2 സ്ഥലം അവിടെ ജോയിൻ ചെയ്യാനുണ്ട്. പ്ലസ് നമ്മുടെ എന്താ പറയുക, എരണിയൽ സ്റ്റേഷൻ വിട്ട് ആദ്യത്തെ ലെവൽ ക്രോസ്, ആ ലെവൽ ക്രോസിൻ്റെ അവിടെയും നമുക്ക് പുതിയ ട്രാക്ക് വരേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ട്രാക്കുകളും പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിൻ്റെ അപ്പുറം നിങ്ങൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്. കാരണം സ്റ്റേഷൻ്റെ വർക്ക് നമുക്ക് ജസ്റ്റ് സ്റ്റേഷനും കൂടെ ഒന്ന് കാണാം. കാരണം സ്റ്റേഷനിൽ മറ്റേ പുതിയ ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ബോർഡ് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ബോർഡിൻ്റെ വർക്കുകൾ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ബാക്കി ഇനി ടൗൺ വരെ അതേ കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് കാര്യമായ കാഴ്ചകളില്ല. അപ്പോൾ ഏകദേശം ഈ മാസം തന്നെ ഡബിളിങ് വർക്കുകൾ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ലെവലിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇവിടെ വീരാണി ആളൂർ, വീരാണി VWRANI ആളൂർ ALOOR വീരാണി ആളൂർ സ്റ്റേഷൻ്റെ ബോർഡ്. ഒരു സൈഡിൽ ബോർഡ് ഏകദേശം റെഡിയാണ്. ഇനി ആ മഞ്ഞയും കറുപ്പും പെയിൻ്റ് അടിച്ചാൽ ബോർഡ് സെറ്റ്. അതായത് ഫുൾ ഇനി മഞ്ഞ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് കറുപ്പടിക്കും. അങ്ങനെ ആയിരിക്കും അവിടെ ആ ബോർഡ് റെഡിയാക്കാം. അടുത്തത് അപ്പുറത്തെ സൈഡിൽ ബോർഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അതായത് കോൺക്രീറ്റിങ്, അവർ മറ്റേ പ്ലാസ്റ്ററിങ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ചെയ്യുന്നത്. കോൺക്രീറ്റിങ് ചെയ്ത് അതിൻ്റെ ബേസ് റെഡിയാക്കിയിട്ട് അതിനെ ഇപ്പോൾ അവർ പ്ലാസ്റ്റർ ചെയ്യുന്ന കാഴ്ചകളാണിപ്പം അവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പുതിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ റെഡിയാണ്, സെറ്റാണെല്ലാം. അപ്പോൾ ഇനി നമ്മളിപ്പം വീരാണി ആളൂർന്ന് പുറപ്പെടും. സോ വിട്ട് ജസ്റ്റ് ആ ബോർഡും കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബാക്കി നിന്നുള്ള സിഗ്നലായി പോകാനായിട്ട്. മുന്നിൽ നിന്നുള്ള സിഗ്നലും ആയി.
അപ്പോൾ വണ്ടി ഇരാണിയാളൂർ സ്റ്റേഷൻ വിടുന്നു. അപ്പോൾ ദാ ഇവിടെ പുതിയ ബോർഡ് കാണാം. ഇതാണ് അവർ ഓരോ അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിരാണിയാളൂർ എന്നുള്ള അക്ഷരം വരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ തെർമോക്കോളിൻ്റെ പീസസ് ഉണ്ട്. അപ്പോൾ അവരത് വെച്ചിട്ടാണ് ബോർഡുകൾ എഴുതുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതായിരുന്നു അപ്ഡേറ്റ്. സിഗ്നലിങ്ങിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്, ലൈനൊക്കെ വലിക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങളൊക്കെ, സജഷൻസൊക്കെ, വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.